നമുക്കൊരു കുഞ്ഞു ഗെറ്റ് റെഡി വിത്ത് മീ കാണാം. വളരെ സിമ്പിളാണ്, കൂടുതൽ കോംപ്ലിക്കേഷനൊന്നുമില്ല. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഈ ഒരു എൻ്റെ ഒരു പഴയ സ്കേർട്ടും പിന്നെ ഈ ഒരു അമ്മയുടെ ഒരു വീനക്ക് വരുന്ന ഒരു ബ്ലൗസുമാണ് ഞാൻ ഇതിനു വേണ്ടി ആദ്യം ചൂസ് ചെയ്തത്. അതിന് ശേഷം സെറ്റും മുണ്ടും ഇല്ലേ, സെറ്റും മുണ്ടിൻ്റെ ആ ഒരു പോർഷൻ എടുക്കാം. അല്ലെങ്കിൽ നിങ്ങളുടെ അടുത്ത് ഇപ്പോൾ ഷോളാണ്, അത്യാവശ്യം ലെങ്ത്ത് വരുന്ന ഷോള്, ഇതിന് കോൺട്രാസ്റ്റ് വരുന്ന കളേഴ്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതും യൂസ് ചെയ്യാം. ഇത് വിഷുവൊക്കെ ആയത് കാരണമാണ് ഞാൻ ഈ ഒരു സെറ്റ് മുണ്ടിൻ്റെ പോർഷൻ എടുത്ത് ഷോളാക്കി ധാവണി പോലെ ഞാൻ സ്റ്റൈൽ ചെയ്യുന്നത്. അപ്പോൾ ധാവണിന്നോ ഹാഫ് സാരിന്നോ ഏത് രീതിയിലും വേണമെങ്കിൽ നിങ്ങൾക്ക് ഇതിനെ പറയാം. അപ്പോൾ അതെ, ഫ്ലീറ്റ് എടുക്കുമ്പോഴത്തേക്കും വളരെ ചെറുതായിട്ട് എടുക്കുക. ഇത് ഞാൻ പറയുന്നത് അത്യാവശ്യം ബോഡി അല്ലെങ്കിൽ ചെസ്റ്റിൻ്റെ ഭാഗത്ത് അത്യാവശ്യം നല്ല വണ്ണമുള്ളവർ അല്ലെങ്കിൽ വീതി കൂടുതലുള്ളവർ ഇങ്ങനെ അത്യാവശ്യം കുറച്ച് ഫ്ലീറ്റ് എടുത്തു കഴിഞ്ഞാൽ നന്നായിട്ട് ഒതുങ്ങി കിടക്കും. അത് ഫ്ലീറ്റ് എടുത്താൽ മാത്രം പോരാ, നല്ല രീതിയിൽ വലിച്ചത് ടൈറ്റ് ചെയ്ത് പിൻ ചെയ്തും കൂടെ കൊടുക്കണം. അപ്പോഴാണ് ആ ഒരു ഷേപ്പിന് അത് കിടക്കുകയുള്ളൂ. ഇത് അത്യാവശ്യം ഫോട്ടോയിലൊക്കെ നമ്മൾ ഇത്തിരി സ്ലിമ്മായിട്ട് തോന്നിക്കാൻ ഇത് ഭയങ്കര ഹെൽപ്ഫുള്ളാകും. ഇനിയിപ്പം മെലിഞ്ഞവരാണെങ്കിൽ അത്യാവശ്യം നിങ്ങൾക്ക് വീതി കൂട്ടി ഫ്ലീറ്റ് എടുക്കാം. എന്തായാലും ചെയ്യാം നിങ്ങൾക്ക്, അത് നിങ്ങളുടെ ഇഷ്ടമാണ്. അപ്പോൾ ഞാനിത് ചുമ്മാ പറഞ്ഞതേ ഉള്ളൂ, ഇത് അറിയാത്തവർക്ക് വേണ്ടി. അപ്പോൾ ഇനി നെക്സ്റ്റ് എന്ന് പറയുന്നത് ഫേസ് മേക്കപ്പാണ്. അതിന് വേണ്ടി ഞാൻ ഒന്നും ചെയ്യുന്നില്ല, അതാണ് സത്യം. കാരണം ഞാൻ ഫേസ് മേക്കപ്പ് അങ്ങനെ ചെയ്യാറില്ല. ബിക്കോസ് പണ്ട് മുതലേ, ചെറുപ്പം മുതലേ ഞാൻ അങ്ങനെ മുഖത്ത് ഇപ്പോൾ ഫൗണ്ടേഷൻ അതൊക്കെ ഇടുന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഡാൻസിനോ സ്കിറ്റിനോ ഒക്കെ സ്കൂളിലോ കോളേജിലൊക്കെ അങ്ങനത്തെ എന്തെങ്കിലും സ്പെഷ്യൽ ഒക്കേഷനൊക്കെ വരുമ്പോൾ നമുക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്ത സാഹചര്യത്തിലാണ് ഞാനത് യൂസ് ചെയ്യാറുള്ളത്. അല്ലെങ്കിൽ ഞാനത് അവോയ്ഡാണ് ചെയ്യാറുള്ളത്. ബിക്കോസ് എൻ്റെ സ്കിന്ന് നല്ല രീതിയിൽ വേർക്കും. അപ്പോൾ വേർത്ത് കഴിയുമ്പോഴത്തേക്ക് ഇതിങ്ങനെ ഒലിച്ചു പോകും. അത് കാരണമാണ് എസ്പെഷ്യലി. പിന്നെ എനിക്ക് അതിനോട് വലിയ താല്പര്യമില്ല, അതാണ് സത്യം. അപ്പോൾ ഇനി നെക്സ്റ്റ് ഞാൻ ചെയ്യുന്നത് എൻ്റെ ഐബ്രോസ് ഫില്ല് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതിന് വേണ്ടി ഞാൻ 2 ഷെയ്ഡ് ഐബ്രോ പെൻസിലാണ് എടുത്തേക്കുന്നത്. ഒന്ന് ഒരു ഡാർക്ക് ബ്രൗൺ ഷെയ്ഡും പിന്നെ നമ്മുടെ നോർമൽ ബ്ലാക്ക് ഷെയ്ഡും. ആദ്യം ഈ ഒരു ബ്രൗൺ ഷെയ്ഡ് വെച്ചിട്ടാണ് ഞാൻ നല്ല രീതിയിൽ ഫില്ല് ചെയ്ത് കൊടുക്കണം. എൻഡ് പോർഷനിൽ നിന്ന് വേണം നമ്മൾ ആ ഫില്ല് ചെയ്ത് ഇങ്ങനെ കൊടുക്കാൻ. അതിനുശേഷം ലാസ്റ്റ് ബ്ലാക്ക് പെൻസിൽ വെച്ചിട്ടും കൂടെ ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ ചെയ്യുമ്പോഴത്തേക്കും അത്യാവശ്യം നമുക്കൊരു നാച്ചുറൽ ലുക്ക് തോന്നിക്കും. നമ്മൾ ഏതെങ്കിലും ഒരു കളർ യൂസ് ചെയ്യണമെങ്കിൽ അത് ഭയങ്കര ഒരു ആർട്ടിഫിഷ്യലായിട്ട് തോന്നും. പിന്നെ അതിന് ശേഷം നെക്സ്റ്റ് ചെയ്യുന്നത് ഐലൈനറാണ്. ഐലൈനർ ഞാൻ സിമ്പിളായിട്ടാണ്, അധികം കട്ടി കൂട്ടിയൊന്നും എഴുതുന്നില്ല. പൊക്കത്ത് മാത്രം സിമ്പിളായിട്ട് ഒരു ലൈനാണ് ഇട്ട് കൊടുക്കുന്നത്. കാരണം ഞാൻ ഇന്നൊരു മിനിമൽ ലുക്കാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് ഈ ഒരു ഡ്രസ്സിൻ്റെ കൂടെ. നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളുടെ ഇഷ്ടത്തിന് നിങ്ങൾ എന്താണോ നിങ്ങൾക്ക് സ്യൂട്ട് ചെയ്യുന്ന അതിനനുസരിച്ച് ഐലൈനറൊക്കെ നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. പിന്നെ അതിന് ശേഷം ഇത്തിരി വാസലിൻ അപ്ലൈ ചെയ്യുന്നുണ്ട്. കാരണം ഇപ്പോൾ അത്യാവശ്യം എൻ്റെ ചുണ്ട് നല്ല രീതിയിൽ ഡ്രൈ ആയിട്ടിരിക്കുന്നുണ്ട്. പൊട്ടിയിട്ടില്ല, അതിങ്ങനെ നമുക്ക് ഡ്രൈ ആയിട്ട് തോന്നുന്നുണ്ട് എനിക്ക്. ഇത് നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോൾ തന്നെ മനസ്സിലാവും. അപ്പോൾ അത് കാരണം ഞാൻ നല്ല രീതിയിലൊന്ന് വാസലിൻ അപ്ലൈ ചെയ്തിട്ടാണ് ലിപ് കളർ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇത് ഡാസിലറിൻ്റെ ഷെയ്ഡാണ്. ഒരു ഷെയ്ഡ് നമ്പർ ഞാൻ ഓർക്കുന്നില്ല. ഈ ഷെയ്ഡ് അത്യാവശ്യം ഒരു പിങ്കിഷ് ടോൺ വരുന്നൊരു ഷെയ്ഡാണ്. അപ്പോൾ എന്തായാലും ബ്ലൗസും പാവാടയൊക്കെ പിങ്ക് അല്ലേ എന്ന് കരുതിയിട്ടാണ് ഞാൻ ഈ ഒരു പിങ്ക് ഷെയ്ഡ് തന്നെ ചൂസ് ചെയ്തത്. പക്ഷേ എനിക്ക് പിങ്ക് ഷെയ്ഡ് അങ്ങനെ ലിപ്സ്റ്റിക്കായിട്ട് യൂസ് ചെയ്യുന്നതിനോട് എനിക്ക് പേഴ്സണലി വലിയ ഇഷ്ടമല്ല. പിന്നെ വല്ലപ്പോഴും ഒക്കെ ഇങ്ങനെ ഫോട്ടോ ഒക്കെ എടുക്കാൻ വേണ്ടി നമ്മൾ ഒന്ന് മാറ്റി മറിച്ചൊക്കെ സ്റ്റൈൽ ചെയ്യുമല്ലോ. അപ്പോൾ അങ്ങനെ ഞാൻ ചെയ്തതാണ്. പക്ഷേ എനിക്കിത് ഒട്ടും സ്യൂട്ടാവാത്ത പോലെ തോന്നി. പിന്നെ ഈ ഒരു ലുക്കിൻ്റെ കൂടെ ഓക്കെ കറക്റ്റാണ്. അപ്പോൾ ഞാൻ ഇത്തിരി അത് വൈപ്പ് ചെയ്ത് കളയുന്നുണ്ട് പേപ്പർ വെച്ചിട്ട്. അപ്പോഴും എനിക്ക് എന്തോ ഒരു അപാകത പോലെ തോന്നി. കാരണം ഞാൻ ഈ ഷെയ്ഡ് ഞാൻ അധികം യൂസ് ചെയ്യാത്ത കാരണം എനിക്ക് ഒട്ടും അങ്ങോട്ട് ഇഷ്ടപ്പെടുന്നില്ല. പിന്നെ ഞാൻ ഒന്നും കൂടെ ആ ഒരു ഷെയ്ഡ് ഇട്ട് കൊടുത്തു. പിന്നെ ഞാൻ പിന്നെയും തുടച്ച് കളഞ്ഞു. അങ്ങനെ 2 പ്രാവശ്യം ഞാൻ അങ്ങനെ ചെയ്തു. പിന്നെ അതിന് ശേഷം ഞാൻ എപ്പോഴും യൂസ് ചെയ്യാറുള്ള എൻ്റെ ഒരു ന്യൂഡ് ബ്രൗൺ കളർ ഒരു ലിപ്സ്റ്റിക് ഉണ്ട്, അതും ഒന്ന് അതിൻ്റെ പൊക്കത്തൂടെ ഒന്ന് ഇട്ട് കൊടുത്തു. അപ്പോഴാണ് എനിക്കിതിരി സമാധാനമായത്. എനിക്കെന്തോ ഒരു സമാധാനക്കുറവ്, എന്തോ ഈ ലിപ്സ്റ്റിക് എന്തോ ചേരുന്നില്ല എന്ന് എൻ്റെ മൈൻഡ് പറയുന്നു. പക്ഷേ ചേരും, അതെൻ്റെ ഒരു തോന്നലാണ്. അതിപ്പോൾ നമ്മൾ ആദ്യമായിട്ട് യൂസ് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് എന്താ പറയുക, ആ ഒരു അൺകംഫർട്ടബിൾ അത്രയേ ഉള്ളൂ. പിന്നെ സെറ്റായിക്കോളും. അപ്പോൾ ഇത് കണ്ടില്ല, ഞാൻ എൻ്റെ ഫേവറേറ്റ് ഷെയ്ഡ് ഞാൻ അതിൻ്റെ പൊക്കത്തൂടെ ഒന്ന് ടച്ച് ചെയ്ത് കൊടുക്കണതാണ്. ഫുള്ളായിട്ട് ഇടുന്നില്ല, പിന്നെ ഒന്ന് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നല്ല ലുക്ക് ആയിട്ടുണ്ട് എന്നാണ് എൻ്റെ വിശ്വാസം. പിന്നെ അതിന് ശേഷം മുടി കെട്ടുന്നത്
എൻ്റെ മുടി ഷോർട്ട് ഹെയറാണ്. നല്ല ലോങ് ഹെയർ ആയിരുന്നു, ഞാൻ ഷോർട്ടാക്കിയതാണ്. അത് ആക്കാൻ കാരണം വേറൊന്നുമല്ല, നല്ല രീതിയിൽ നല്ല രീതിയിൽ കുറഞ്ഞു പോയി. അത് കാരണമാണ് ഞാൻ ഷോർട്ടാക്കി. പക്ഷേ ഷോർട്ടാക്കി കഴിഞ്ഞപ്പോഴത്തേക്ക് എൻ്റെ മുടി കൊഴിച്ചിലൊക്കെ നിന്നു. അതെനിക്ക് എന്താണെന്ന് മനസ്സിലാകുന്നില്ല. അത് വെട്ടിയ ആളുടെ കൈപ്പുണ്യമാണോ എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല. എൻ്റെ ഹെയർ ഇപ്പോൾ ഷോർട്ടാക്കിയത് പിന്നെ എൻ്റെ മുടി ഒന്നും കൊഴിയാറില്ല. അത് ഭയങ്കര ഒരു പ്ലസ് പോയിൻ്റാണ്. അത് കാരണം എനിക്കെന്തോ എനിക്ക് സങ്കടമുണ്ട് വെട്ടിക്കളഞ്ഞതിൽ, പക്ഷെ സന്തോഷമുണ്ട്. കാരണം എൻ്റെ മുടി പോകുന്നില്ല, കൊഴിയുന്നില്ല. പണ്ടിങ്ങനെ വെട്ടുന്നതിന് മുന്നേ ഉള്ളുണ്ടായിരുന്നില്ല, കോല് പോലെ ഇങ്ങനെ കിടക്കും. പിന്നെ ഇങ്ങനെ വലിച്ചാൽ ഇങ്ങനെ കൊഴിയുകയും ചെയ്യും. പക്ഷെ ഇപ്പം എൻ്റെ മുടി കൊഴിയുന്നില്ല. അപ്പോൾ അത് എന്താണെന്നറിയില്ല, എനിക്ക് ഭയങ്കര സന്തോഷം. പിന്നെ അതിന് ശേഷം ഞാൻ ഇപ്പോൾ അത് ചുമ്മാ ഇങ്ങനെ കെട്ടിയേക്കണതാണ്. പിന്നെ ഇപ്പോൾ ഓർണമെൻറ്റ്സ് ഒക്കെ ഇട്ട് മുടി അഴിക്കാമെന്ന് കരുതി. അപ്പോൾ ആദ്യം ഞാൻ ഈ ഒരു മാലയാണ്, ഈ ഒരു ലോങ് ചെയിനാണ് ഞാൻ സെലക്ട് ചെയ്തത്. പക്ഷേ ഇതിങ്ങനെ വെച്ച് നോക്കിയപ്പോഴത്തേക്ക് എനിക്കെന്തോ ഇത്രയൊക്കെ വേണോ, കാരണം ഓവർ ആവൂലേ എന്നെനിക്ക് തോന്നി. പിന്നെ ഞാൻ വേറൊരു ചെയിൻ എന്ന് പറഞ്ഞൊരു ചോക്കർ എടുത്ത്, അത് ഉർവശിയിൽ നിന്ന് വാങ്ങിച്ചതാണ്. അത് ഇപ്പോഴും കഴിഞ്ഞതിൻ്റെ മുന്നത്തെ മാസം എന്താ വാങ്ങിച്ചതാണ് ഉർവശിയിലും. അതിന് 325 ആ ഒരു റേറ്റ് ആയിട്ടുള്ളൂ. പക്ഷെ നല്ല ക്വാളിറ്റിയാണ്. ഉർവശിയിൽ ഞാനിപ്പോൾ കുറേ സെറ്റുകൾ വാങ്ങിച്ചിട്ടുണ്ട്, അതിൻ്റെ ഒന്നും കളറ് പോകുന്നില്ല. ഇത് പറയാൻ കാരണം ഉർവശിയിൽ നിന്ന് വാങ്ങിച്ചതിനെ ഞാൻ പ്രൊമോട്ട് ചെയ്യണമല്ല. ബിക്കോസ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എൻ്റെ ശരീരം നല്ല രീതിയിൽ വേർക്കുന്ന ഒരു ബോഡി ടൈപ്പ് ആണല്ലോ. അപ്പോൾ ഈ പറയുന്ന കമ്മലായാലും മാലയായാലും വളയിലൊക്കെ ഇടുമ്പോഴത്തേക്ക് അതിങ്ങനെ വേർത്തിട്ട് അതിൻ്റെ കളറ് കുറേ ഇങ്ങനെ ഒലിച്ചു പോയിട്ടുണ്ട്. അപ്പോൾ അത് കാരണം എനിക്കിതൊന്നും വാങ്ങിക്കാനും വലിയ താല്പര്യമില്ല. അതിന് ഭേദം നമ്മൾ ഗോൾഡ് വാങ്ങിച്ചിട്ടാൽ മതിയില്ലേ, ആ ഒരു ഇതാണ് എനിക്ക്. പക്ഷെ ഉർവശിയിൽ നിന്ന് ഞാൻ ഈ ഒരു ചോക്കർ വാങ്ങിച്ചിട്ടിപ്പോൾ 2 മാസത്തോളമായി. ഞാൻ ആ 2 മാസത്തിൽ 4 പ്രാവശ്യത്തിൽ കൂടുതൽ ഇട്ടിട്ടുണ്ട്, അമ്മ ഇട്ടിട്ടുണ്ട്. പക്ഷേ ഇതുവരെ ഇതിൻ്റെ കളറ് പോയിട്ടില്ല. എന്ന് വെച്ചാൽ ഇതിന് 320 രൂപയുള്ളൂ. അതും നിങ്ങളൊന്ന് മനസ്സിലാക്കണം. അപ്പോൾ നമുക്ക് നല്ല രീതിയിൽ സൂക്ഷിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു ലൈഫ് ലോങ് ഒക്കെ ഇത് യൂസ് ചെയ്യാം. നല്ല ക്വാളിറ്റിയാണ്. അപ്പോൾ ഞാൻ ഇതിടാൻ കാരണം ഇതിൽ ഒരു പിങ്ക് കല്ല് കണ്ടില്ലേ, ഈ പിങ്ക് കല്ലും നമ്മുടെ ബ്ലൗസും പാവാടയൊക്കെ ഇട്ട് മാച്ചാണ്. അപ്പോൾ അതാണ് ഞാൻ ഈ ഒരു എന്താ പറയുക ലക്ഷ്മി പെൻഡൻറ്റ് ആ ഒരു ടൈപ്പ് വരുന്ന ചോക്കർ ഞാൻ സ്റ്റൈൽ ചെയ്തത്. പിന്നെ അതേ എൻ്റെ മുടി ഞാൻ അഴിച്ചു. മുടി ഞാൻ ചുമ്മാ ക്ലിപ്പിട്ടതാണ്, ഞാൻ കൂടുതലായിട്ട് ഒന്നും ചെയ്തില്ല. കാരണം ഒന്നും ചെയ്യാനുള്ള സമയം ഉണ്ടായിരുന്നില്ല. പെട്ടെന്ന് 2-3 ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ടാണല്ലോ നമ്മൾ ഈ ലുക്ക് പെട്ടെന്ന് ക്രിയേറ്റ് ചെയ്തത്. പിന്നെ ഈ ഒരു വളയും സെയിം ഉർവശിയിൽ നിന്ന് വാങ്ങിച്ചത്. ഒരെണ്ണത്തിനെന്തോ 80 റുപ്പീസാണ്. പക്ഷെ നല്ല രസമാണ്, നല്ല ഒറിജിനൽ ഗോൾഡ് പോലെ ഇരിക്കും. നമുക്ക് ഇങ്ങനെയൊക്കെ സ്റ്റൈൽ ചെയ്യാനായിട്ട് ഇങ്ങനത്തെ വളയും മാലയൊക്കെ അടിപൊളിയാണ്. പിന്നെ ഫൈനലി നമ്മുടെ ലുക്ക് കംപ്ലീറ്റ് ചെയ്യുന്ന ഈ ഒരു ചാന്ത് പൊട്ട് വെച്ചിട്ടാണ്. ഇത് ചെറുപ്പം മുതലേ, ഞാൻ 4ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ മുതലേ ഞാനിത് യൂസ് ചെയ്യാറുണ്ട്. എനിക്ക് നല്ല ഓർമ്മയുള്ള ഒരു സംഭവമാണ്, ഒരു നൊസ്റ്റു ആണെന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ ഈ ഒരു ചാന്ത് പൊട്ട് ഞാൻ പിങ്ക് കളറാണ് യൂസ് ചെയ്തത്. ഇതും അടിപൊളിയാണ്. കാരണം നല്ല ലോങ് ലാസ്റ്റാണെന്ന് പറയുന്നില്ല, വേർത്ത് കഴിഞ്ഞാൽ പോകും. പക്ഷേ ഇതിങ്ങനെ നമ്മൾ കുത്തിക്കഴിഞ്ഞ് മുഖമൊക്കെ കഴുകിയാലും അതവിടെ ഇരുന്നോളും. ഈ ഒരു പിങ്ക് കളർ ഇതിന് മുന്നേ ഞാൻ ടെസ്റ്റ് ചെയ്തിട്ടുണ്ട്. വേറെ കളർ എനിക്ക് അങ്ങനെ ആവാറില്ല. ഞാൻ ഈ ഒരു പിങ്ക് കളർ തൊട്ട് കഴിഞ്ഞ് വെള്ളമൊക്കെ വെച്ചിട്ട് മുഖം വാഷ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് ഈ പിങ്ക് കളർ അങ്ങനെ തന്നെ ഇരുന്നോളും. അതെന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല, നിങ്ങൾ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ പറയുക. അപ്പോൾ നമ്മുടെ ലുക്ക് ഇതേ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഞാനിതിൻ്റെ ഫോട്ടോസൊക്കെ ഞാൻ ഇടാം. അപ്പോൾ എങ്ങനെ ഉണ്ടെന്ന് പറയും. ഇപ്പോൾ നിങ്ങൾക്ക് വിഷു ആയാലും ഓണം ആയാലും അങ്ങനെ എന്ത് ടെമ്പിൾ റിലേറ്റഡ് ആയിട്ട് നിങ്ങൾക്ക് എന്തൊരു ഫങ്ഷൻ ഉണ്ടെങ്കിലും നിങ്ങൾക്ക് ഇങ്ങനത്തെയൊക്കെ സിമ്പിളായിട്ട് നല്ല ഡിഫറെൻ്റ് ആയിട്ട് നല്ല എലഗൻ്റായിട്ട് നിങ്ങൾ എന്താ പറയുക സ്റ്റൈൽ ചെയ്തിട്ട് പോകുക. എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടപ്പെട്ട ഈ ലുക്ക്. ഞാൻ ഇത്രയും നന്നായിട്ട് വരുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല. പിന്നെ തട്ടിക്കൂട്ടി ചെയ്തതാണ്, അത് നിങ്ങൾ കണ്ടതാണല്ലോ. അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക്. ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ എന്തായാലും താഴത്ത് കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇതിൻ്റെ ഷോർട്ട് വീഡിയോ ഞാൻ നേരത്തെ ഇട്ടിട്ടുണ്ട്. ഷോർട്ട് വീഡിയോയിൽ ഞാൻ ഇത്രയും വിശദമായിട്ടൊന്നും പറയുന്നില്ല, കാരണം 1 മിനിറ്റ് താഴെയുള്ള വീഡിയോ ആണത്. അപ്പോൾ അതും ചെക്ക് ചെയ്ത് നോക്കുക. ഞാൻ എന്നിട്ട് ലിങ്ക് എന്തായാലും ഞാൻ പിൻ ചെയ്ത് കൊടുക്കാം കമൻറ്റ് ബോക്സിൽ. അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക്. അപ്പോൾ ഞാൻ ഫോട്ടോ ഒക്കെ എടുത്തിട്ട് ഞാൻ വരാം. ആ ഫോട്ടോ ഒക്കെ ഞാൻ കമ്മ്യൂണിറ്റി പോസ്റ്റിൽ അപ്ലോഡ് ചെയ്യാം. അപ്പോൾ കമ്മ്യൂണിറ്റി പോസ്റ്റ് നിങ്ങൾ ലൈക്ക് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇതാണൊരു ക്ലോസപ്പ്. ഇത് ഫിൽറ്റർ ഇട്ടിട്ടെടുത്താണ് യൂസ് ചെയ്തത്. എനിക്ക് ഫിൽറ്റർ ഇട്ടതായാലും ഫിൽറ്റർ ഇടാത്തതായാലും എനിക്ക് എല്ലാം ഇഷ്ടമാണ്. അതെ, ഫിൽറ്റർ ഇടാത്ത ഇതാണ്
മീൻസ് ഫിൽറ്റർ യൂസ് ചെയ്യാത്ത ഒരു വീഡിയോ ഉണ്ട് ഇത്. ഇനി ഞാൻ ഫിൽറ്റർ ഇട്ടെന്ന് പറഞ്ഞിട്ട് ആരും എന്നെ കൊല്ലരുത്. ഇതാണ് ഫിൽറ്റർ ഇല്ലാത്ത ഞാൻ. സോ ബൈ.